നമസ്കാരം. പെൻഷൻ തുക 3000-ആയി വർദ്ധിക്കുന്നതിനുള്ള ചരിത്രപരമായ പ്രഖ്യാപനം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തി. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർഷങ്ങളായി കാത്തിരുന്ന ആശ്വാസമാണ് ഈ വർധനവ്. നിലവിൽ 2000 രൂപയാണ് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. വിലക്കയറ്റവും ജീവിത ചെലവും കണക്കിലെടുത്ത് ഈ തുക 3000 രൂപയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു. ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 3000 രൂപ എന്ന പുതിയ നിരക്ക് നിലവിൽ വരുമെന്ന് നിയമസഭയിൽ വ്യക്തമായി പ്രഖ്യാപിച്ചു. ഈ വർധനവ് കേരളത്തിലെ 60 ലക്ഷത്തിലധികം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് പ്രതിഫലിക്കും. മരുന്ന് വാങ്ങുന്നതിനും പോഷകാഹാരം ഉറപ്പിക്കുന്നതിനും ചെറിയ അടിയന്തര ചെലവുകൾ നേരിടുന്നതിനും അധികം ലഭിക്കുന്ന 1000 രൂപ വലിയ സഹായകമാകും. 3000 പെൻഷൻ വർധനവ് കേരളത്തിന്റെ ക്ഷേമ മാതൃകയുടെ മറ്റൊരു നാഴികക്കല്ലാണ്. നേരത്തെ 600 രൂപയായിരുന്ന പെൻഷൻ 1000 രൂപയാക്കി, പിന്നീടത് 1600 രൂപയാക്കി, പിന്നെ 2000 രൂപയാക്കി ഘട്ടം ഘട്ടമായി ഉയർത്തിയ ചരിത്രം കേരളത്തിനുണ്ട്. ഇപ്പോൾ 3000 രൂപയിലേക്ക് എത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ നിരക്കുകളിൽ ഒന്നായി കേരളം മാറും. ഈ വർധനവ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവസരം നൽകും. പ്രായാധിക്യം മൂലം ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക്, വരുമാന മാർഗമില്ലാത്ത വിധവകൾക്ക്, കിടപ്പ് രോഗികളായ വികലാംഗർക്ക്, കൃഷി തൊഴിലാളികൾ എന്നിവർക്കെല്ലാം ഈ അധിക തുക വലിയ ആശ്വാസമാണ്. മാസം തോറും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്ന 3000 രൂപ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷാ വലയമായി മാറും. 3000 വർധനവ് പ്രാവർത്തികമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കേണ്ടി വരും. 60 ലക്ഷം ഗുണഭോക്താക്കൾക്ക് മാസം 1000 രൂപ വീതം അധികം നൽകുന്നതിന് പ്രതിമാസം 600 കോടി രൂപ അധികം വേണ്ടിവരും. വാർഷിക അടിസ്ഥാനത്തിൽ 7200 കോടി രൂപയുടെ അധിക ചെലവാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ഈ വലിയ തുക സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുന്നതിനുള്ള സാമ്പത്തിക സാധ്യതകൾ സർക്കാർ വിശദമായി പരിശോധിച്ചു വരുന്നു. കേന്ദ്ര വിഹിതം, സംസ്ഥാന വിഹിതം, ക്ഷേമനിധി ബോർഡുകളുടെ സംഭാവന എന്നിവ ചേർത്താണ് പെൻഷൻ തുക കണ്ടെത്തുന്നത്. 3000 നിരക്ക് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ആദ്യം വാർദ്ധക്യ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകി പിന്നീട് മറ്റു ഭാഗത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന രീതി പരിഗണിച്ചേക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് എല്ലാ വിഭാഗത്തിനും ഒരേ സമയം 3000 രൂപ നൽകുന്ന രീതിയിലേക്ക് മാറും. പെൻഷൻ 3000-ആയി ഉയരുന്നതോടൊപ്പം വിതരണ സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങളും സുതാര്യതയും കൊണ്ടുവരും. കെ സ്മാർട്ട് പോർട്ടൽ വഴി ഓരോ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ വീണ്ടും വെരിഫൈ ചെയ്യുന്ന നടപടി തുടരും. അർഹതയില്ലാത്തവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്ന പ്രവർത്തനം വേഗത്തിലാക്കും. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്തവരും KYC പൂർത്തിയാക്കാത്തവരുമായ ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് ഓഫീസുകളിലും പ്രത്യേക സഹായ കൗണ്ടറുകൾ തുടങ്ങും. 3000 തുക മുടങ്ങാതെ ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് സജീവമായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഗുണഭോക്താക്കൾക്ക് മനസ്സിലാക്കി നൽകും. ജൂൺ മാസത്തെ പെൻഷൻ 2000 രൂപ നിരക്കിൽ ജൂൺ 24 ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. 3000 നിരക്ക് പ്രാവർത്തികമാകുന്ന മാസം മുതൽ അധിക തുകയും ഒപ്പം ലഭിച്ചു തുടങ്ങും. പെൻഷൻ വർധനവിന്റെ സാമൂഹ്യ പ്രാധാന്യം വളരെ വലുതാണ്. പ്രായാധിക്യത്തിൽ മക്കളുടെ ആശ്രയത്തിൽ കഴിയുന്ന മുതിർന്നവർക്ക് സ്വന്തമായി ചിലവുകൾക്ക് പണം കൈ ഉണ്ടാകുന്നത് മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്. വിധവകൾക്ക് വാടക കൊടുക്കുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും ഈ തുക സഹായിക്കും. വികലാംഗർക്ക് ചക്ര കസേര, കൃത്രിമ അവയവങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവയ്ക്ക് ചെലവഴിക്കാൻ അധിക പണം ലഭിക്കും. കർഷക തൊഴിലാളികൾക്ക് മഴക്കാലത്ത് ജോലിയില്ലാത്ത ദിവസങ്ങളിൽ കുടുംബം പുലർത്താൻ ഈ തുക ആശ്രയമാകും. 3000 എന്ന തുക വലുതല്ലെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു മാസത്തെ അരിയും മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും വാങ്ങാൻ പര്യാപ്തമാണ്. അതിനാൽ ഈ വർധനവ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കാണണം. 3000 പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുന്നതോടൊപ്പം സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചും നിയമസഭയിൽ വ്യക്തത വരുത്തി. നിലവിൽ ഈ പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായി ഈ പദ്ധതി തുടരണമോ എന്ന കാര്യത്തിൽ സർക്കാർ വിശദമായ പഠനം നടത്തുന്നു. 3000 നിരക്ക് എല്ലാ ക്ഷേമ പെൻഷൻ ഭാഗങ്ങൾക്കും ബാധകമാകുന്ന രീതിയിൽ പദ്ധതികൾ ഏകീകരിക്കുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട്. വീടുകളിൽ എയർ കണ്ടീഷണർ ഉള്ളത് മാത്രം മാനദണ്ഡമാക്കി പെൻഷൻ നിഷേധിക്കുന്ന രീതി പുനർപരിശോധിക്കും. കുടുംബത്തിന്റെ മൊത്ത വരുമാനവും സ്വത്തുക്കളും പരിശോധിച്ച ശേഷം മാത്രം അർഹത നിർണ്ണയിക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറപ്പെടുവിക്കും. പെൻഷൻ വർധനവ് പ്രാവർത്തികമാകുന്നതിന് മുമ്പ് ഗുണഭോക്താക്കൾ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനമാണ്.
ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ പുതിയ തുകയും മുടങ്ങും. ബാങ്കിൽ പോയി ആധാർ സീഡിംഗ് ഫോം നൽകി ബയോമെട്രിക് ലിങ്കിംഗ് പൂർത്തിയാക്കണം. KYC പൂർത്തിയാക്കാത്തവർ അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെന്ററിലോ പോയി വിരലടയാളം വെച്ച് EKYC ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് നിഷ്ക്രിയമായാൽ തുക ക്രെഡിറ്റ് ആകില്ല. അതിനാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അക്കൗണ്ടിൽ ഇടപാട് നടത്തി അക്കൗണ്ട് സജീവമായി നിലനിർത്തണം. പെൻഷൻ പട്ടികയിൽ പേരും വിലാസവും തെറ്റായി രേഖപ്പെടുത്തിയവർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പോയി തിരുത്തൽ വരുത്തണം. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ 3000 വർധനവ് വരുന്ന മാസം മുതൽ തുക മുടങ്ങാതെ ലഭിക്കും. അർഹത പരിശോധനയുടെ ഭാഗമായി നടക്കുന്ന ഫീൽഡ് വെരിഫിക്കേഷനെ കുറിച്ചും ഗുണഭോക്താക്കൾക്ക് വ്യക്തമായി ധാരണ ഉണ്ടായിരിക്കണം. വാർഡ് മെമ്പർ, കുടുംബശ്രീ അയൽക്കൂട്ടംഗങ്ങൾ, വോളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി വിവരങ്ങൾ പരിശോധിക്കും. വരുമാനം, ഭൂ ഉടമസ്ഥത, വീടിന്റെ അവസ്ഥ, മറ്റ് സ്വത്തുക്കൾ എന്നിവയാണ് പ്രധാന പരിശോധനാ മാനദണ്ഡങ്ങൾ. വീട്ടിൽ എയർ കണ്ടീഷണർ ഉള്ളത് മാത്രം കാരണമാക്കി പെൻഷൻ നിഷേധിക്കില്ല എന്ന് നിയമസഭയിൽ വ്യക്തമാക്കി. AC ഉള്ള വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ സാമ്പത്തികമായി ഭദ്രനാണെന്ന് കണക്കാക്കില്ല. കുടുംബത്തിന്റെ മൊത്തം വാർഷിക വരുമാനം, കൃഷിയിടത്തിന്റെ വിസ്തൃതി, വാഹന ഉടമസ്ഥത, മറ്റ് വരുമാന മാർഗങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ച ശേഷം മാത്രം അർഹത നിഷേധിക്കുന്ന കാര്യം തീരുമാനിക്കും. അർഹത നിഷേധിക്കുന്നതിന് മുമ്പ് ഗുണഭോക്താവിന് രേഖാമൂലം നോട്ടീസ് നൽകി വിശദീകരണം ആവശ്യപ്പെടും. അപ്പീൽ നൽകാൻ മതിയായ സമയം അനുവദിക്കും. ഈ രീതി പൂർണ്ണമായും സുതാര്യവും നീതിപൂർവവുമായിരിക്കും. അവസാനമായി ഗുണഭോക്താക്കൾ ഓർക്കേണ്ടത് ക്ഷേമ പെൻഷൻ ഒരു ദാനമല്ല, ഭരണഘടനാപരമായ അവകാശമാണ്. 3000 വർധനവ് അവകാശത്തിന്റെ വിപുലീകരണമാണ്. ജൂൺ മാസത്തെ 2000 രൂപ പെൻഷൻ ജൂൺ 24 ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. 3000 നിരക്ക് പ്രാവർത്തികമാകുന്ന മാസം മുതൽ അധിക തുക കൃത്യമായി ലഭിക്കും. വ്യാജ വാർത്തകളിലും തട്ടിപ്പുകളിലും വീഴരുത്. സർക്കാർ ജീവനക്കാർ ആരും ഫോൺ വിളിച്ച് OTP ചോദിക്കുകയില്ല. PM കിസാൻ പോലെ ക്ഷേമ പെൻഷന്റെ ഔദ്യോഗിക വിവരങ്ങൾ കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാത്രം ലഭ്യമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പാലിറ്റി ഓഫീസ്, സാമൂഹ്യനീതി വകുപ്പിന്റെ ജില്ലാ ഓഫീസ് എന്നിവയുമായി ബന്ധപ്പെടാം. K-സ്മാർട്ട് പോർട്ടലും സേവനതളവും സാങ്കേതിക സഹായം നൽകും. 3000 പെൻഷൻ വർധനവ് കേരളത്തിലെ ഓരോ പാവപ്പെട്ട കുടുംബത്തിന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള സർക്കാരിന്റെ ഉറച്ച പ്രതിജ്ഞയാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.